നമസ്കാരം പ്രിയ പ്രേക്ഷകരെ, ഞങ്ങളിപ്പോൾ ഉള്ളത് മേലുകാവ് മേച്ചാൽ റോഡിലാണ്. അപ്പോൾ ആശാനെ ഒരു നമസ്കാരം കൊടുത്തേക്ക്. നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഞാനും ആശാനും കൂടെ ഇന്ന് ഞങ്ങളുടെ വ്യത്യസ്തമായ ഒരു എന്താണ് നമ്മൾ കാണാൻ പോകുന്നത്, ഒരു കാൽപാദം അല്ലേ? കാൽപ്പാട് പാറപ്പുറത്ത് പതിഞ്ഞിറക്കുന്ന ഒരു കാൽപ്പാട് കാണാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ കാൽപ്പാടിലേക്ക് വാളകം പള്ളി കഴിഞ്ഞ് കുറച്ചപ്പുറത്ത്. ഓക്കെ. ഹായ്, എന്റെ കൂടെയുള്ളത് ഞങ്ങൾക്കെല്ലാം പ്രിയപ്പെട്ട സ്പീഡ് ആശാൻ. നടത്തത്തിന്റെ മെയിൻ ആളാണ്. ചെറുപ്പം തൊട്ട് ഈ പ്രായം വരെ നല്ല സ്പീഡിലാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്പീഡ് ആശാൻ എന്നുള്ള പേരും വന്നു. കൂടാതെ അദ്ദേഹം ഇതുവരെയും ചെരുപ്പ് ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് അസുഖങ്ങളുമില്ല. നാട്ടുമരുന്നുകളുടെയും നാട്ടറിവുകളുടെയും ഒരു പുസ്തകം തന്നെയാണ് ഞങ്ങളുടെ സ്പീഡ് ആശാൻ. വലിയൊരു സംഭവമാണ് ആള്. CSI സെന്റ് ലൂക്ക് CSI ചർച്ച് വാളകം പള്ളിയാണിത്. മനോഹരമായ പള്ളിയാണ്. ഇതിന്റെ ചുറ്റുവട്ടത്താണ് നമ്മൾ പറഞ്ഞ കാൽപാദം പതിഞ്ഞ പാറക്കെട്ടുള്ളത്. ഹലോ ഗൈസ്, നല്ല സൂപ്പർ പാറയിൽ ഇങ്ങനെ സ്റ്റെപ്പ് കണ്ടോ? അടിപൊളി കാഴ്ചകളാണ്. നല്ല പോര് നോക്കാം. ഇതാണ് കാൽപാദം പതിഞ്ഞതുണ്ടോ? വലിയൊരു കാൽപാദം പതിഞ്ഞാണ്. ഇത് കള്ളിമുൾ ചെടിയാണ്. ഇതൊന്നും ഇവിടെ എങ്ങും കിട്ടാനില്ല, കാണാനില്ല. എന്നാൽ ഈ പാറപ്പുറത്ത് കണ്ടു കേട്ടോ. ഈ പോള പോലെ ഇരിക്കുന്നതിന് പോള പോലെ ഇരിക്കുന്നതിന് ചണം എന്നാണ് പറയുന്നത്. ഇങ്ങനെ വിടർന്നിരിക്കുന്ന പഴയ ചാക്കുണ്ടാക്കുന്നതാണ്. ഓക്കെ, ചണച്ചാക്ക് അല്ലേ? അത് വേണ്ട, എന്താ കാണിക്കൂ. കാണാം. ഇതാണ് ഈ ചണം എന്ന് പറയുന്ന സാധനം. ചാക്കുണ്ടാക്കുന്നല്ലേ? ചാക്കുണ്ടാക്കി ഉപയോഗിക്കുന്ന സാധനമാണ് ഇത്. ഈ സാധനം ചോട് വശം കണ്ടിച്ചിട്ട് കുറെ കൂട്ടിയിട്ട് വളർത്തിട്ടേച്ച് കുറക്കം ചീഞ്ഞു കഴിയുമ്പോൾ നാരായിട്ടിരിക്കും, മൊത്തം നാരിങ്ങനെ. എന്നിട്ട് ആ വെട്ടിക്കണ്ടിച്ചിട്ട് അത് വളർത്തിട്ട് ഇത് നാല് കുരുക്കെല്ലാം കുടുക്കുമ്പോൾ ചെളിയെല്ലാം പോയി കയറിന്റെ നൂലായിട്ട് തന്നെ ഇരിക്കും. അത് പിരിച്ചു വെച്ചെടുത്ത് ചണം ഉണ്ടാക്കും. ചണം കയറുണ്ടാക്കി ചാക്കുകളുണ്ടാക്കിയിട്ട് അത് പിന്നെ ചാക്കുണ്ടാക്കും. അതിന്റെ ചണം ഇതിന് വലിയ പൊടിയുണ്ടാകും കേട്ടോ. ഇതൊക്കെ വളരെ എന്താ പറയാ, ഇപ്പോൾ ഇവിടുന്ന് മേലുകാവിൽ നിന്നൊക്കെ പുറത്ത് ജോലിയുള്ളവർ, ട്രിവാൻഡ്രം എറണാകുളത്തൊക്കെ ജോലിയുള്ളവർ, അവരുടെ ഓർമ്മകളിലേക്കാണ് ഈ വീഡിയോ. ഇതുപോലെയുള്ള നടപ്പാതകളിലേക്ക് നടന്നിട്ടുണ്ടോ? കയ്യാല കയറി ഹലോ ഗൈസ്, സൂപ്പർ വഴികളാണ്. ഇതുപോലുള്ള വഴികളുടെ ഓർമ്മകളിലൊക്കെ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നില്ലേ? പണ്ട് ഇതിലൂടെയൊക്കെ ഓടി കളിച്ചതല്ലേ ഇതുപോലുള്ള വഴികളിൽ. ഓക്കെ, ഇത് ഇഞ്ചമുള്ളാണ്. ഗൈസ്, ഇത് ഇഞ്ചമുള്ളാണ്. ത്വക്ക് രോഗങ്ങൾക്ക് ഏറ്റവും സൂപ്പർ സാധനമാണ്. പണ്ട് നമ്മുടെ എന്തെങ്കിലും ചോട് നല്ല വലിപ്പമുള്ള ചോടായിരിക്കും. ഇതിന്റെ തടി തണ്ട് ഇതിന്റെ ചോട് നല്ല വലിപ്പമുള്ളതായിരിക്കും. എന്നിട്ട് തൊലി ഇങ്ങനെ വട്ടം ഇത് കണ്ടിക്കും. ഇങ്ങനെ വട്ടം കണ്ടിച്ചിട്ട് ഇതിന്റെ ആ മുള്ളു കളയും. ആയിട്ടത് ഇവിടെ ചെറിയ മുള്ളുണ്ട്. ആ മുള്ളിങ്ങനെ അരുവാക്കി ഇങ്ങനെ കളഞ്ഞേച്ച് ഇത് തൊലി പൊടിച്ചെടുത്തിട്ട് അതാ ഇങ്ങനെ തേച്ച് കുടിക്കും. ചുരുട്ടി പിടിച്ചിട്ട് ഇങ്ങനെ തേച്ച് കുടിക്കും. അപ്പം ഈ ത്വക്ക് രോഗങ്ങൾക്കൊക്കെ നല്ല മരുന്ന്. നാട്ടുമരുന്ന് ഔഷധമല്ലേ? അതെ. അങ്ങനെ ഒരുപാട് ഉഗ്രൻ സ്റ്റോറീസ് നമ്മുടെ കയ്യിലുണ്ടല്ലേ ആശാനെ? നമ്മുടെ കോലാനുമുടിയുടെ ഈ ഭാഗത്തും പ്രദേശങ്ങളിലെല്ലാം ഉണ്ട്. അല്ല, നമ്മുടെ കയ്യിലുണ്ട് ഒരുപാട് സ്റ്റോറീസ് ഉണ്ടല്ലേ? ഉണ്ട്. ഇപ്പം വൈദ്യരായിരുന്നല്ലേ? ചാക്കോ വൈദ്യര് പടിഞ്ഞാറപ്പൊക്കെ ചാക്കോ വൈദ്യം എന്ന് പറഞ്ഞാൽ ലോകം മൊത്തം അറിയുന്ന പുള്ളിയാ. വല്യപ്പനാ. ഓക്കെ. എന്നിട്ട് അങ്ങനെയായിരുന്നു ആ പുള്ളിക്കാരൻ പണ്ട് 1960 ഒരു പട്ടാള കമാൻഡറെ സുഖപ്പെടുത്തുക പണ്ട്.
ഓക്കെ, അപ്പോൾ അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട്. നമ്മളെല്ലാം പയ്യെ 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 ഓരോ എപ്പിസോഡായിട്ട് വിടും അല്ലേ? അതുപോലെ തന്നെ വാതക്കൊടിയും കൂടെ സാധനമുണ്ട്. അത് ഇവിടെ കണ്ടില്ലേ? ഈ വാതക്കൊടി വാതക്കൊടിയുടെ വേര് വരച്ച് ഞാൻ പരത്തി എടുത്തിട്ട് ചതച്ചിട്ട് ഇങ്ങനെ കൈ മുറിക്കും പിടിക്കണം. ഇങ്ങനെ പിടിച്ചൊരു 10 മിനിറ്റ് കഴിയും മണത്ത് കഴിഞ്ഞാണല്ലോ കൊടിഞ്ഞ് കവൊക്കെ ദൂരെ പോകും. ഓക്കെ, അത് മുളക് ഇട്ടുകരിച്ച് മൂക്കി പിടിക്കുന്ന മണമ്പുള്ള വീര്യമാണ് സാധനത്തിന്. ഓക്കെ, സൂപ്പർ. പിന്നെ അതുപോലെ നമ്മുടെ ഈ പള്ളവഴിയിലൊക്കെ ഉണ്ട് പിന്നെ ഈ കല്ലുരിക്കുന്ന സാധനമുണ്ട്. അത് പിന്നെ വയറ്റിലൊക്കെ കല്ലൊക്കെ ചേർന്നുണ്ടാകുന്ന ഉരുക്കിക്കളയാൻ ഉപയോഗിക്കുന്ന ഒരു മരുന്ന്. മൂത്രത്തിക്കല്ലാണോ? ആ മൂത്രത്തിൽ കല്ലിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു മരുന്നുണ്ട്. ഓക്കെ, സൂപ്പർ. പിന്നെ ഇവിടെ കാട്ടുപന്നി കാട്ടുകോഴിയുടെ ഒക്കെ ശല്യം ഉള്ളതാണ്. കപ്പയൊക്കെ ഒടിച്ചിട്ടുണ്ട് കേട്ടോ. അല്ലാതെ നമ്മള് കറക്റ്റ് കാര്യം ആശാൻ പറഞ്ഞില്ല. എന്നാ സംഭവിച്ചത്? ഏതാ മുള്ളനും കടിച്ചു പറിച്ചാണ്. മുള്ളം കടിച്ചു പറിച്ചാണല്ലേ? മുള്ളൻ രണ്ടെണ്ണം പറിച്ചു. ഇവിടെ എവിടെയാ മുള്ളൻ കൂടുന്നു? മുള്ളന്റെ ആഫീസ് അതെങ്ങനെയാ മനസ്സിലാക്കിയത്? അതാ കാണുമ്പോൾ അറിയാൻ തൊലി പിടിച്ചിട്ടേക്കുന്നുണ്ട്. പിന്നെ കടിച്ചു പാടുണ്ടത്. ഓക്കെ, ആശാന്റെ ബാഗിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അതെ, നോക്കിയോ ലൈറ്റ് ഉണ്ട്. അല്ല, ബാക്കിനെ പറ. കഴിക്കാശന്മാരെ അത് കഴിക്കാനേ ഇതുണ്ട് മൊബൈല്. അതെ, നോക്കിയൊന്നുമല്ല, കമ്പനിന്റെ പേരൊക്കെ ഉണ്ട്. കമ്പനിന്റെ പേര് പറഞ്ഞേ? കച്ചവട പേര് ഞാൻ കാണിക്കാം. ഇത് ഒരുപാട് പ്രത്യേകതയുള്ള ഫോണാണ്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഓക്കെ, പാട്ടൊക്കെ കേൾപ്പിക്കാം. ഗൈസ്, ആശാന്റെ ബാഗിൽ ഞങ്ങളിത് പഴമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. വെള്ളം ഞങ്ങളിന്ന് ഇതുപോലുള്ള പണ്ട് നമ്മളെ പറമ്പിലൊക്കെ പണിയാൻ വരുമ്പോഴും നമ്മളെ ട്രിപ്പൊക്കെ ആയിട്ട് പോകുമ്പോഴേ ചെറുപ്പത്തിലേ ഇതുപോലെ പഴമൊക്കെ ഉണ്ടോ ആശാൻ ഞങ്ങൾക്ക് വേണ്ടി മേടിച്ചു. ആശാൻ നല്ല സ്നേഹമുള്ള ആശാൻ കേട്ടോ. പഴമൊക്കെ മേടിച്ചു. ഗൈസ്, ഒരു പഴം കഴിക്കാട്ടോ. നിങ്ങൾക്ക് പഴം വേണോ? അതിനടുത്ത് കടയിൽ പോയി മേടിച്ചു. ആശാന്റെ പഴം കഴിക്കും. പാട്ടൊക്കെ റെഡിയല്ലേ? ഓക്കെ, അപ്പം എന്തായാലും ഇന്ന് ഒരുപാട് പണ്ടത്തെ ഒരു ഓർമ്മകൾ മനസ്സിലേക്ക് ഓടി. പാട്ട് പാടി ആരാന്ന് നിങ്ങൾ അറിയുന്ന പുള്ളി പാടി പാട്ടാശാന ഇത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഒരു എഫ് എം ആണോ? അല്ല, നമ്മള് പണ്ട് റെക്കോർഡ് ചെയ്താൽ എങ്കിലും പറയും 2 ദിവസം നമ്മളാണ്. ഓളിയം കുറയ്ക്കാം. ഈ പാട്ട് കൂടി നിങ്ങൾ അറിയുന്ന പുള്ളിയാശാൻ. ഈ പാട്ട് പാടി തരാം. അതാ ഞാൻ ചോദിച്ചത് ആരാണ്. ആശാൻ ആ പാട്ട് പാടിയ ആളൊക്കെ നമ്മുടെ വീഡിയോയിൽ വന്ന് കമന്റ് ചെയ്യും. പിന്നെ ഗൈസ്, ഇത് ആശാന് ഏറ്റവും പ്രിയപ്പെട്ട ക്രിസ്ത്യൻ സോങ്സ് ആണല്ലേ? ക്രിസ്ത്യൻ സോങ്സ് ആ കേൾക്കുന്നത്. അപ്പോൾ അടിപൊളി ആശാനെ, സൂപ്പർ. ഏറ്റവും നല്ല പാട്ടാണ്, എല്ലാവരും അംഗീകരിച്ച പാട്ടാണ് ഇത്. ഓക്കെ, കഴിഞ്ഞ ദിവസം എന്നാ വാങ്ങുന്നില്ല. അവിടെ ആ കാമ്പുറത്തെ തങ്കച്ചെന്നൂരിനുള്ള മകനില്ല, അടുത്ത അനിയൻ ജോണി. എവിടെയാ? വാഗുണ്ണി. അപ്പൊ ആശാനോട് വെള്ളം കുടിക്കുന്നുണ്ടോന്ന് ചോദിച്ചപ്പോ ആശാൻ പറഞ്ഞു രാവിലെ ഫുൾ ടാങ്ക് അടിച്ചിട്ടുണ്ടല്ലേ? വെള്ളം ഫുൾ ടാങ്ക് അടിച്ചിട്ടേക്കുവാ. മറ്റേ വീടിന്റെ ടാങ്ക് പോലെയാ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുവാ. കീരി എവിടെ വീണു? കേബിളിനകത്ത് വീണു ആശാനെ. കേബിളിന് അതിനെ രക്ഷിച്ചു വിട്ടു. വിട്ടു. അതിന്റെ കാലിന് പട്ടി കാര്യം വരെ പൊക്കോ ആശാൻ. രക്ഷിച്ച് വിട്ടിട്ട് അതെന്ത് സംഭവിച്ചു? തുറന്നു. അവനെ ആദ്യം കമ്പൗണ്ട് തടക്കട്ട് കയറി കിള്ളിക്കഴിഞ്ഞിട്ട് എന്റെ മുഖത്ത് ഇങ്ങനെ നോക്കണേ അനങ്ങുന്നില്ല. അവസാനം പൂച്ചയെ പിടിക്കുമ്പോഴൊക്കെ ഭയങ്കര ഇണക്കമാന്ന്. ഞാൻ പിന്നെ കയ്യെ കൂട്ടി പതുക്കെ പിടിച്ച്. എന്നിട്ട് അവനെ കയ്യാന്ന് ഊരി വിട്ടാ. ഈ കേബിൾ ഊരി വിട്ടിയാ. ഇതിന്റെ ഇടയ്ക്കൂടെ ഒരു ഷട്ടർ കാണുന്നുണ്ടോ? പണ്ട് ഇതൊരു കടയായിരുന്നു. അപ്പൊ അതൊന്നും ഇപ്പൊ അവിടെ ആള് താമസമില്ല. കയറിപ്പോയത്. ആശാൻ വരുന്നുണ്ട്. റോഡ് സൈഡാ മരുന്നൊക്കെ ഉണ്ടല്ലേ? മരുന്നുകൾ കാണും. നമ്മളവിടെ ഉണ്ടായിരുന്നു. അവിടെ നോക്കി ദാസായിട്ടുണ്ടെങ്കിൽ എന്റെ മരുന്നിന്റെ ഉപയോഗം ഇങ്ങനെയാണ് കാണിച്ചു കൊടുക്കുക. പുല്ലല്ലേ? ഇത് വാറ്റൂല്ല. ഇത് വാറ്റൂല്ല. ഇത് വാറ്റിയ പുൽത്തൈലം ഉണ്ടാക്കും. ഇതാ കന്നാലിപ്പുല്ല്. അതിന്റെ ഇടയ്ക്ക് കന്നാലിപ്പുല്ലൊക്കെ ഉണ്ടല്ലേ? ഇതെല്ലാം കന്നാലിയും ബ്ലോക്കില്ല. ഇതൊക്കെ നിങ്ങളും വീടി അന്ന് അതിലെ അറിഞ്ഞു വന്നു. ഇനി ശരിക്കട ഒന്നും ഇവിടെ ഇതറിഞ്ഞു ഉണ്ടാക്കും. സാറേ, ഇത് നമ്മുടെ കാപ്പിക്കുരു കുത്തുന്നല്ലേ? കാപ്പിക്കുരു നല്ലല്ലേ? പാറയിൽ കണ്ടോ കുഴി കണ്ടോ? നല്ല ക്ലിയർ കട്ടായിട്ട്.
ഇത് നമ്മുടെ വാളകത്ത് തടത്തലാനിക്കിലെ ഒരു പേരപ്പൻ കുത്തിയാണ്, ജോസഫ് ഔസഫ് എന്നുള്ള ഒരു പേരൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ്. പാറയിലൊക്കെ ഇങ്ങനെ പണ്ട് കാലഘട്ടങ്ങളിൽ ഇങ്ങനെയൊക്കെ കുഴിയൊക്കെ കുത്തി, അത് ഭയങ്കര എന്തുമാത്രം എഫേർട്ട് എടുത്തിട്ടായിരിക്കും ഇത് കുത്തി എന്നുള്ളതാണ്. അതെ അതെ, ഇപ്പോഴാണെങ്കിൽ ആധുനികമായിട്ടുള്ള ഉപകരണങ്ങളുണ്ട്. ഇപ്പൊ അന്ന് ഉപകരണം ഇല്ലാത്ത കാലത്ത് നിന്ന് തുളക്കാന്ന് പറഞ്ഞു അത്രയും ലെവലായിട്ടല്ലേ? അതെ അതെ, അതിന്റെ അപ്പുറം കൂടെ ലെവലാക്കിട്ടേക്കുന്നുണ്ട് കുറച്ച് അപ്പുറത്ത്. അത്യം ശരിയാക്കി വെക്കാന്ന് പറഞ്ഞാൽ കുറച്ച് പണി എടുത്തിട്ടുണ്ട് അവർ. ബുദ്ധിയുള്ള ആൾക്കാരാണ് ഇന്നത്തെ പോലെ. അടിപ്പിന് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ അവിടെ? അത്രയും താത്തി വെക്കില്ല, കരിങ്കല്ലല്ലോ, കരിമ്പാറയാണ് ഇത്. ഈ പാറയ്ക്ക് വലിയ പ്രത്യേക പേരുണ്ടോ? ഈ പാറയ്ക്ക് പേര് എന്തെങ്കിലും ഉണ്ടോ? ഒരളുപാറ അല്ലേ? ഒരളുപാറ എന്ന് പറയാൻ കാരണം സംഭവം ഉണ്ടായിരിക്കാം. അത് തന്നെ. വ്യത്യസ്തമായൊരു കാഴ്ച എന്ന് പറഞ്ഞത് ഈ രണ്ട് തൊള്ളയുടെ പാടെന്ന് പറഞ്ഞത് ഉയർപ്പ് ഞായറാഴ്ച ഈസ്റ്ററിന് രാവിലെ വെടിപൊട്ടിച്ച് അല്ലേ? രാവിലെ പള്ളി ഒരു 5 മണിക്ക് ആരാന്ന് തുടങ്ങും അല്ലേ? 5-4 മണിക്ക് അല്ലേ? 4 മണിക്ക്. അപ്പോൾ ആ 4 മണിക്ക് ആണോ പൊട്ടിക്കുന്നത്? 3 മണിയാകുമ്പോൾ ജീസസ് ക്രൈസ്റ്റ് ഉയർത്തെഴുന്നേറ്റുന്നതിനുള്ള ഒരു സൂചകമായിട്ടാണ്. അപ്പോൾ അതിനു വേണ്ടിയുള്ള പണ്ടത്തെ ഒരു കുഴിയാണ് ഈ കാണുന്നത്, വെടിപൊട്ടിക്കാനായിട്ടുള്ള. എത്ര വർഷം മുമ്പ് വരെ? 10 വർഷം മുമ്പ് വരെ അത് ആചാരം ഉണ്ടായിരുന്നല്ലേ? പൊട്ടിക്കുന്നതായിരുന്നു. ഇപ്പം ആരുമില്ല, മരുന്ന് കിട്ടാനുള്ള സാഹചര്യം കൊണ്ടല്ലേ? അത് ഓർമ്മയുണ്ടോ അച്ഛനെ? അതൊക്കെ നമുക്ക് ഇവിടുന്ന് ഇല്ലിക്കക്കല്ല് കാണാണ്ടേ? അങ്ങ് ദൂരെ ഇല്ലിക്കല്ല്, അടിപൊളി ഇല്ലിക്കമല. അപ്പോൾ പ്രേക്ഷകരെ, വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ താങ്ക് യു. അപ്പോൾ ഇന്നത്തെ യാത്ര കഴിഞ്ഞു. ഇത് നല്ല കൂളിംഗ് ഉള്ളൊരു വീടാണ്. നാച്ചുറലി മരങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് നല്ല തണുപ്പാണ് ഇവിടെ. വാളകത്തൊരു വീടാണ്. അപ്പോൾ നമ്മളെല്ലാം കിടിലൻ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതാണ്. ഈ എപ്പിസോഡ് നിങ്ങളെല്ലാവരും കാണുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.